E20 പെട്രോൾ സംബന്ധിച്ച വിവാദങ്ങൾ രാജ്യത്താകമാനം ചർച്ചയാകുന്നതിനിടെ ഈ ഇന്ധനത്തെയും ഇതുണ്ടാകുന്ന ഭവിഷ്യത്തുകളെയും വിശദീകരിക്കുന്ന വീഡിയോയുമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എത്തനോൾ കലർത്തിയ E20 പെട്രോൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടെന്നും ഇത് വാഹന ഉടമകൾക്ക് മേൽ വലിയ ബാധ്യതയാണ് കെട്ടിവയ്ക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി വീഡിയോയിൽ വിമർശിക്കുന്നത്. E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കാറുകളും ബൈക്കുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ വളരെ മോശമായി ബാധിക്കുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതുവഴി ഉപഭോക്താക്കൾക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. സാധാരണയായി ഇതിൽ എന്തോ പന്തികേടുണ്ട് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇവിടെ എല്ലാ പ്രശ്നങ്ങളാണെന്നും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കുറ്റപ്പെടുത്തുന്നു. E20 പെട്രോൾ വിഷയം വളരെ ഗൗരവമേറിയ ഒന്നാണ്. ഇത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. E20 പെട്രോൾ മൂലം ആളുകളുടെ സ്കൂട്ടറുകൾ നശിക്കുന്നു, ജനങ്ങളുടെ ജീവിതം തന്നെ താറുമാറാകുന്നു. അക്ഷരാർത്ഥത്തിൽ അവർ ജനങ്ങളിൽ നിന്ന് നേരിട്ട് കൊള്ളയടിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. E20 പെട്രോളിൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. E20 പെട്രോളിനെതിരെയുള്ള പ്രതിഷേധങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ആം ആദ്മിയുടെ നേതൃത്വത്തിലാണ് രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ കനക്കുന്നത്. E20 പെട്രോളിനെതിരെ 2.3 ലക്ഷത്തിലധികം നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ മറ്റ് പാർട്ടി നേതാക്കളെയും ഡൽഹി പോലീസ് തടഞ്ഞിരുന്നു. അതേസമയം E20 പെട്രോൾ എല്ലാ ഗുണനിലവാരങ്ങളും പാലിക്കുന്നുണ്ടെന്നും കൃത്യമായ പരിശോധനകളിലൂടെയാണ് ഇത് ഉറപ്പുവരുത്തുന്നതെന്നാണ് കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും പറയുന്നത്. E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വാഹനത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. കൂടാതെ വാഹന നിർമ്മാതാക്കളും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇതുവരെ ഒരു ഉപഭോക്താക്കളും ഈ E20 പെട്രോൾ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ എഞ്ചിനുകളിൽ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയും ഒന്നും തന്നെ പ്രമുഖ വാഹന നിർമ്മാതാക്കളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്ന് വാഹന കമ്പനിയുടെ ഉദ്യോഗസ്ഥർ അടക്കം, അതായത് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി ഉൾപ്പെടെയുള്ളവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കുറഞ്ഞ എത്തനോൾ മിശ്രിതങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ള വാഹനങ്ങളിൽ ഇന്ധനക്ഷമതകൾ കുറവുകൾ ഉണ്ടായേക്കാം. എന്നാൽ എഞ്ചിൻ വ്യാപകമായി കേടുപാടുകൾ സംഭവിക്കുമെന്നത് വെറും വ്യാജ പ്രചാരണമാണെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് പറയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ പെട്രോളിലും വലിയ രീതിയിലുള്ള മാറ്റം വരണം. അതാണ് പെട്രോളും ഡീസലും ഒക്കെ മാറ്റിക്കൊണ്ട് E20യിലേക്ക് എത്തുന്നത്. അതാകുമ്പോൾ കുറച്ച് പെട്രോളും ബാക്കി പകുതി E20യും കൂടെ ആകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വില വർധനവ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാലും ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു E20 വാഹനങ്ങളൊക്കെ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുമെന്ന്. അങ്ങനെ രാഹുൽ ഗാന്ധി തന്നെ ഒരു വീഡിയോ എടുത്തിടുന്നു. E20 വലിയ പ്രശ്നമാണ്, നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തെ 140 കോടി ജനങ്ങളെയും ഇളക്കി വിടാനുള്ള ഒരു നീക്കം രാഹുൽ ഗാന്ധി വീഡിയോയിലൂടെ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ആരും അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അടക്കമുള്ളവർ ശശി തരൂരിനോട് പറഞ്ഞത്, നിങ്ങൾ BJPയെ പ്രശംസിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിർത്തുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. കാരണം ശശി തരൂർ എപ്പോഴും വാതുറക്കുമ്പോൾ BJPയെ പ്രശംസിക്കുന്നു, അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു വളമായി മാറുന്നു. കാരണം കോൺഗ്രസിലാകെ വിവരമുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് ശശി തരൂർ മാത്രമാണ്. ബാക്കി ശശി തരൂരിന്റെ വാക്കുകളാണ് നാനാ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ തന്നെ കേൾക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നു. ഇനി അടുത്ത ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വീഡിയോയുമായി രാഹുൽ ഗാന്ധി ഉടനെ തന്നെ വരും എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത്.